ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിനാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മളിപ്പോൾ ജമ്മു വഴി കാശ്മീരിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അഡ്വഞ്ചർ ഡ്രൈവാണ്. മാൻസർ എന്ന് പറയുന്ന ദ്വീപിലൂടെ അല്ലെങ്കിൽ ഒരു മൗണ്ടെയിനൊക്കെ കയറി അവിടെയുള്ള കുറച്ച് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ട് അതുപോലെ തന്നെ അവിടുത്തെ തടാകങ്ങളൊക്കെ കണ്ട് നമ്മൾ നല്ലൊരു യാത്രയിലാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് മാൻസറിന് നേരെ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഡ്രൈവൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ ഉത്തംപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് വഴി ഇപ്പം റാംബവാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അവിടേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ റാംബവാനിലേക്ക് കയറിയിരിക്കുന്നത്, റാംബവാൻ ഡിസ്ട്രിക്റ്റിലേക്ക് കയറുന്നത് തന്നെ 9 കിലോമീറ്ററും 200 മീറ്ററും കഴിഞ്ഞ് വലിയൊരു തുരങ്കപാത. ആ തുരങ്കപാത കയറിയതിന് ശേഷമാണ് റാംബവാൻ എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ വേർഡ് പറയാൻ തോന്നുന്നു. അപ്പോൾ ആ ഒരു സിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബോർഡറിലേക്ക് എത്തിയിരിക്കുക. ഇനി കടന്നതിന് ശേഷമുള്ള ഈ വീഡിയോ ഉണ്ടല്ലോ, സൂപ്പർ അഡ്വഞ്ചർ, എന്താ പറയുക, അതിന് ഒരു വിശേഷണം തരാനല്ല, നിങ്ങളെന്നെ കണ്ടിട്ട് വരിക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. മാത്രമേ ഒരു മാക്സിമം 5% അത്രയ്ക്ക് പകർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എത്രമാത്രം കാഴ്ചകളാണ് പറയാം. ഞാൻ കുറേ നേരം ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറേ ഇതൊക്കെ ആസ്വദിച്ചു. ഒരു 40 കിലോമീറ്റർ ഇതേപോലെയുള്ള മലനിരകളും കാര്യങ്ങളില്ല. അപ്പോൾ എൻ്റെ ദൂരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റും, മറ്റ് മലകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മുകളിൽ അറിയട്ടാ നേരെ ഉണ്ട്, പിന്നെ ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കാം. ശ്രീനഗർ നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. വലത്തോട്ട് ശ്രീനഗർ 135 കിലോമീറ്റർ പോയാലാണ് ശ്രീനഗർ എത്തുക. അപ്പോൾ വലത്തോട്ട് കയറിയിട്ട് ഒരു റോഡാണ് പോകേണ്ടത്. അതിലങ്ങനെ വഴിയുണ്ട്, പക്ഷേ ഇവിടുത്തെ രീതി പറയുന്ന സംഭവമൊക്കെ ഇത്ര ഡീസൽ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പോലീസുകാർ ഒരു നീല യൂണിഫോമാണ്, ആടുകളെ മേച്ച് നടക്കുന്ന ചേട്ടൻ. വണ്ടിക്ക് വരുന്നത് കാണുമ്പോൾ പേടിയാണ്. അങ്ങനെ നമ്മൾ ഒരു മലനിരൻ്റെ ചോട്ട് കൊണ്ടുപോയി വണ്ടി നിർത്തി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് പുഴയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് നിർത്തിയതാ. ഈ ദാതയ്ക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ തന്നിട്ടാ, ഇങ്ങനെ ഇതാക്കിയിട്ട് പമ്പ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചിക്കനും ചോറും കഴിക്കാൻ പോകട്ടോ. ഇവിടെ നല്ല ചോറുണ്ട്, ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, വായിൽ ശരിക്കും വെള്ളം ഉണ്ട്. ഹായ്, ഞാൻ താരിഖ്. ആഹാ, അബ്ദുള്ള അക്ബർ, പുള്ളീൻ്റെ പേര് അബ്ദുള്ള അക്ബർ. അപ്പോൾ അങ്ങനെ ചാവല് നമ്മൾ കഴിക്കല്ലോ, കുറേ കാലമായില്ലേ. ഇപ്പം എന്താ പറയുക, വെള്ളം ഉറഞ്ഞ വായിൽ. ഹായ്, ഞാൻ അപ്പോൾ കാശ്മീരിലുള്ള ജിഗർ. ആഹാ, കാശ്മീരിലെ ചേട്ടന്മാരാണത്. നമ്മളെ നാട്ടിൽ 130 രൂപ എടുത്ത ഒരു ബിരിയാണി കിട്ടും. ഇവിടെ ചിക്കൻ്റെ കറിയും ചിക്കൻ്റെ പീസ് കൂടി 130 രൂപ കേട്ടോ. ഇത് കണ്ടോ, ചിക്കൻ. നാട്ടിലുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല.
നമ്മൾ പോകുന്ന റോഡാട്ടോ കാണണേ. ലെഫ്റ്റ് ഇവിടെ നിന്നുള്ള വിഷ്വലൊക്കെ ഒരു രക്ഷയില്ലാത്ത വിഷ്വലാണ്. നമ്മളതാ സൈഡിൽ നിന്നാണ് വരുന്നത്. നമുക്കിതാ അങ്ങോട്ട് കയറി കൊണ്ടത് ഒക്കെ ബ്ലോക്കാണ്. വണ്ടികൾ ഫുള്ള് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടാവും. ബൈക്ക് കയറി പോകാൻ കയറില്ല. ഒരു രക്ഷയില്ലാത്ത സ്കൈ ആണ്, ബ്ലൂ സ്കൈ. ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് 100% കോൺഫിഡൻ്റ് ആണ്. മഴ ഇല്ലാത്ത തന്നെ വലിയ കാര്യം റോഡിൽ വരാന്നല്ല. ഇതിൻ്റെ മേലെ കൂടെ ഒരു കിണറ് പോകുന്നുണ്ടല്ലോ. കാണുന്ന മലകളിലൊക്കെ ഗ്രാമങ്ങളാണ്. ഇതിൻ്റെ മേലെ ഈ റോഡ് പോകാൻ ചെറിയൊരു ഹൈവേ ആണെങ്കിലും ഇതിൻ്റെ മലയിലൊക്കെ വീടുണ്ട്. നമുക്ക് മക്കളെ ഒക്കെ പിന്നെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ 2023 കാലഘട്ടത്തിൽ ഇങ്ങനെ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പണ്ടൊക്കെ നമ്മളെ പട്ടാളക്കാരൊക്കെ ഉള്ള ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തൊക്കെ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു. അന്നും നമ്മളെ കേരളത്തിലും തമിഴ്നാട്ടിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള പട്ടാളക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ട്രാവലറായിട്ടുള്ള ഞാനിങ്ങനെ ഏറിയ സന്തോഷ് ജോർജുകുളങ്ങര എന്ന് പറയുന്ന വ്യക്തി, അയാൾ യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇന്നത്തെ കാലത്ത് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തുമാതിരി ഡേഞ്ചറായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും അയാൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ ഒരുവിധം വാഹനങ്ങളൊക്കെ താഴത്തേക്ക് നോക്കണം. ഒടിയുള്ള വാഹനം ആരോട് പറയാനാണ്, ആരോട് പറയാനാണ്. ഇവിടെന്താ കാറ്റിൻ്റെ ഷോപ്പിലുണ്ട്. ബ്ലോക്ക് ആൾക്കാരാണ്, ഓട്ടോക്കാരെ കയ്യിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളുണ്ട്. ഓട്ടോ പോകണം. ആർമീൻ്റെ വണ്ടി പോകാനാണ് നിങ്ങൾ കാണുന്നുണ്ടോ? അടുത്ത വണ്ടി കരുതാ. പക്ഷേ അത് കാണുന്നുണ്ടോ? ഓടിയായിട്ടൊന്നും കാണുന്നില്ലെന്ന്. എന്നാലും ഒരു വണ്ടി കൊണ്ട് തിരികെ ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്. ലോക്കൽ ബസ്സിനൊക്കെ തൂങ്ങി പിടിച്ച ആളുകൾ. പോലീസ് അങ്ങനെ നമ്മളിവിടെ ഏറ്റവും മുന്നിലെത്തിരിക്കുകയാണ് ഗൈസ്. അവിടെ ബ്ലോക്ക് ആക്കിയിട്ടാണ് അതാണ് നമ്മൾ പോകാൻ പറ്റാറ്. പോലീസാട്ടോ.
പിന്നെ ഡേഞ്ചർ റോഡായിരിക്കും. അതിനായിട്ട് നല്ലാണ് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു. ഇപ്പം ആ പേടിയൊക്കെ മാറിയിട്ടോ. ഞാൻ കുതിരാനിലാണ് ആദ്യമായിട്ട് ടണലിൽ കയറുന്നത്. ഏകദേശം നമ്മൾ 9 കിലോമീറ്ററുള്ള ടണലിൽ വരെ നമ്മൾ കയറി. ഇതിൻ്റെ മുന്നേക്കുള്ള റോഡാട്ടോ താഴെക്കൂടെ ഉള്ളത്. ഈ ചുരം പോലുള്ള റോഡ് കയറിയിട്ടായിരുന്നു ആദ്യം ആളുകൾ കയറി. പക്ഷേ ഇപ്പോൾ ടണൽ വന്നതുകൊണ്ട് കുറേ ഇവിടെ മാറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ടണലിൻ്റെ ഉള്ളിലും ബ്ലോക്കാണ് അത് പറഞ്ഞത്. മക്കളായി ടണൽ ബ്ലോക്കാണ്. ഇതിലെന്താ കിണർ വയ്ക്കണോടെ ആംബുലൻസ് ആണ്. പക്ഷേ ആംബുലൻസ് അല്ല, പോലീസുകാർ പോകും. ടണലിൻ്റെ ഉള്ളിലൊന്നും ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പം നമ്മളെ ലൈറ്റ് തന്നെ ഇട്ടിട്ട് വേണം പോകാൻ. ഏകദേശം കഴിഞ്ഞു. ഓരോരോ സ്ഥലം കൊണ്ട് കഴിഞ്ഞ് അങ്ങനെ വരും തോറും ഡേഞ്ചർ സ്ഥലങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ. അതൊന്നും പിന്നെ വലിയ കുഴപ്പമില്ല. അതൊന്നും അത്ര ഡേഞ്ചറൊന്നും. ഇനി നമുക്ക് പോകാനുള്ള വഴിയാണ് ആ കാണുന്നത്. മലൻ്റെയൊക്കെ മുകളിൽ താമസിക്കുന്നത്. ഇതിൻ്റെ താഴ്വാരത്തൊക്കെ നിറയെ ഗ്രാമപ്രദേശങ്ങളുണ്ട്. ഏറ്റവും താഴെയൊക്കെ നല്ല വീടുകളൊക്കെ കാണും. കൃഷി വയലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും താഴെ നോക്കിയാൽ കാണാം. ലോറിക്കാരനൊക്കെ സമ്മതിക്കണം കേട്ടോ ഇതങ്ങനെ ലോറി ഓടിക്കുന്നത്. കാരണം അയാൾ ഏടെ കൊണ്ടുവച്ചാൽ വണ്ടി വെക്കുന്നത് എൻ്റെ പിന്നെ അങ്ങോട്ട് ഇടിഞ്ഞ് കുറച്ച് വീണാൽ ഒരുമാതിരി ലോഡുള്ള വണ്ടി എവിടെ കൊണ്ടവിടെ നിർത്തി. അയാളെ കോൺഫിഡൻസ് സമ്മതിക്കണം അല്ലേ? ഏതാ എവിടെയാ അതിൻ്റെ അപ്പുറത്തേക്ക് വീണാൽ പിന്നെ കഴിഞ്ഞ്. ഞാൻ പിന്നെ ഇടത്തേക്ക് നോക്കിയതല്ല, ഇടത്തെ സൈഡിലേക്ക് നോക്കുന്ന ഒരു പരിപാടിയില്ല. അവിടെ ഒരു വണ്ടി കേടായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടാവും. മഴക്കാലത്തൊക്കെ ഇതങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഹെവി ഡേഞ്ചറാണ്. എന്താ വിഷ്വലില്ല. നല്ല വെയിലാണ്. നല്ല നട്ടുവെച്ച സമയം. ഞാനൊരു 2 മണി ആയിട്ട് കേട്ടോ. താഴോട്ടൊക്കെ ഉള്ള വിഷ്വൽ എന്ന് പറഞ്ഞാൽ താഴോട്ട് നോക്കാനേ പറ്റൂല. നമ്മൾ നേരെ പോകുക എന്നല്ലാണ്ട് താഴോട്ട് നോക്കിയിട്ട് ഒരു പരിപാടിയില്ല. ഇവിടെ ബ്ലോക്കായല്ലോ. ഈ ഒരു സ്ഥലം കണ്ടോ? അവിടെ കണ്ടോ കുറേ വീടുകൾ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വീടുകൾ ഉണ്ടാക്കിയവർ. ഈ മരൻ്റെ മേലൊക്കെ കണ്ടോ? ഇതിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ വീടുകളാണ്. താഴ്വരകൾ കാണൂ മക്കളെ, താഴ്വരകൾ കാണൂ. ഞാനിപ്പോൾ ഉള്ളത് ഇതാ അവിടെ ഒരു ചേട്ടൻ അങ്ങോട്ട്. ഇയാളൊരു എന്താട്ടിട്ട് കൊടുത്താൽ താഴത്തെത്തിപ്പോ. ഇവിടെയൊക്കെ കണ്ടോ റോഡിൻ്റെ അവസ്ഥ കണ്ടോ? നമ്മൾ ഈ സൈഡിൽ കൂടെ പോലും കേട്ടോ. ഇടത്തെ സൈഡിൽ കൂടെ നമ്മൾ പോലെ. നമ്മൾ ഉള്ളി വലത്തെ സൈഡ് ഉള്ളി ഫോർ സേഫ്റ്റി ഡ്രൈവ്. ഞാൻ വീട് കണ്ടിട്ട് അവിടെ അത് നോക്കി. അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് വീടുണ്ടാക്കി വെച്ചിട്ട് മക്കളേറ്റാണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴത്തേക്കേറ്റാ പോയി എന്താ വലിയ ചെയ്യുക. വീടങ്ങനെ കുത്തി
മലൻ്റെ കയറി ഇങ്ങനെ പോവുക. ഏകദേശം നമ്മളെ വണ്ടികൾ മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഓഹോ, ചെറിയ താഴ്വര. ആഹാ, നമ്മൾ പോകാനുള്ള വഴി നോക്കി. പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ, ഫുള്ള് പോലീസുകാർ. എൻ്റെ പൊന്നെ, ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യേണ്ട ഏത് ഈ വണ്ടിക്കൊന്ന് നമ്പറിലൊരു കർണാടകയാണല്ലോ. കേട്ടോ, ഈ ചുരങ്ങുകളൊക്കെ ഇപ്പോൾ കുറേ എണ്ണം വരുന്നേ ഉള്ളൂ, കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഇത് പൂർത്തിയായിട്ടുണ്ടല്ലോ. ഒരു തുരങ്കം കയറി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു തുരങ്കാണ്, അത് 2 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അടുത്ത തുരങ്കാണ്, അത് എത്ര ഉണ്ട് അറിയില്ല, 9 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ ഒക്കെയാണ് ഒരു തുരങ്കം എന്ന് പറയുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നീളം ഉണ്ടാവില്ല. ഇത് നോക്കിയാൽ ഈ മലൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ കാണുന്ന പോലുമില്ല. നമ്മൾ അങ്ങനെ ഏകദേശം ഒരു നിരപ്പിലേക്ക് എത്തിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ എന്താലേ ഇതൊക്കെ നോക്കി. ഇതിൻ്റെ ഇവിടെയൊക്കെ വീടുകളാണ് നമ്മൾ അതിശയപ്പെടുത്തിട്ടോ. അവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് വഴിയും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ മേലൊക്കെ വീടുകളുണ്ട്. ഇങ്ങോട്ടൊക്കെ എങ്ങനെ എത്തിപ്പെടുക? രക്ഷയില്ല. ഭാരത് ബാധ എന്ന് പറഞ്ഞിട്ട് ദൂരം ടണലാട്ടോ. 4-5 കിലോമീറ്റർ ഇതാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വഞ്ചർ ഡ്രൈവിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ വരാനൊക്കെ പോകുന്നുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും പറയാനുള്ള കാശ്മീർ വാലികളുടെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തത് നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസാണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളെന്തൊക്കെ കാണിച്ച് തരാൻ പറ്റുന്നതിൽ. ഇനി കാശ്മീർ പോകുന്ന സമയത്ത് ഫാമിലി ആയിട്ട് പോകണമെന്നാണ് ഒരാഗ്രഹം. കാരണം നമ്മുടെ ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഒരുമിച്ച് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാവരും കൂടെ ഉണ്ടാവുക. പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.